ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്വീറ്റാണ്. ഒരു ലഡു റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, റവ ലഡു. ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ലഡു ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റവ 1 കപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത്, പഞ്ചസാര, ഞാനിവിടെ ഓർഗാനിക് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡാർക്ക് കളറിലുള്ളത്. കുറച്ച് പാല്, കാഷ്യൂ നട്ട്സ്, പിന്നെ നെയ്യ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതുണ്ടാക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് റവ ലഡു ഉണ്ടാക്കി തരാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് ആ നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർക്കാം. കാഷ്യൂ നട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതേ പാൻ ഞാൻ പിന്നെയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഫയറിൽ. ബാക്കി വന്ന നെയ്യിൽ നമുക്ക് ഈ റവ ആഡ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. റവ ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ ഇതിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, കളറ് വല്ലാണ്ട് മാറാൻ പാടില്ല. ഇത് കുറച്ച് നേരം എടുക്കുന്നു ചെയ്യാൻ. ഇപ്പൊ റവ നല്ലോണം വറുത്ത് കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചതാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ പഞ്ചസാര ഉരുകാൻ തുടങ്ങും. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ലഡു ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ റവയുടെ മിക്സ്ചർ ഗ്യാസിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. പാല് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇളം ചൂട് ഉണ്ട്. ഇനി ഇത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഒന്നായിട്ട് ഒഴിക്കരുത്, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുക്കാം.
അപ്പോൾ ലഡുവിൻ്റെ മിക്സ്ചർ റെഡി ആയിട്ട് ഇനി നമുക്കിത് ഒന്ന് ഉരുട്ടി തുടങ്ങാം. അപ്പോൾ കയ്യിൽ നന്നായിട്ട് നെയ്യ് പരട്ടിയിട്ട് നമുക്ക് ലഡു പിടിച്ചു തുടങ്ങാം. ഇങ്ങനെ കൈ കൊണ്ട് ഞെക്കിയെടുത്താൽ ലഡു റെഡിയാവും. ഇതേപോലെ ബാക്കി ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റവ ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റവ ലഡു എത്ര പെട്ടെന്ന് റെഡിയായി നോക്കൂ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബൈ.